കൊച്ചു കുറേ നേരമല്ല കരയണത്. ഞാൻ ടെറസിൽ തുണി വിരിക്കണായിരുന്നു, അവിടെ കേൾക്കാല കരച്ചില്. എന്തു പറ്റി അറിയില്ല. അതുകൊണ്ട എന്ത് എന്താണ് റിയക്കൊരു വിഷമം പോലെ? എന്താണെന്ന് അറിയാൻ പാടില്ല. 2 ദിവസമായിട്ട് ഭയങ്കര മിസ്സിങ് ഫീലിങ്, വല്ലാതെ സങ്കടമൊക്കെ വരുന്ന പോലെ. എനിക്കറിയാം എനിക്കിവിടെ ഒരു കുറവില്ലെന്ന്, എന്നാലും എനിക്കെന്തോ ഒരു ഫീലിംഗ് അമ്മേ. ഈ ഒരു കാര്യം ചെയ്യ്, 2 ആഴ്ച വീട്ടിൽ പോയി നിന്നിട്ട് വാ. അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കുമ്പോഴേക്ക് ഈ മൈൻഡൊക്കെ മാറിക്കോളും. ഇതെന്താണ് ഒരു മാങ്ങ എടുത്തരിയണത്? അത് റിയക്ക് മാങ്ങാച്ചാറ് കൂട്ടണമെന്നൊരു കൊതി പറഞ്ഞു. അപ്പൊ ഞാൻ മുറ്റത്തുനിന്ന് ആ മാങ്ങ കൊണ്ട് പറിച്ചെടുത്ത്. ഒരാൾക്കുള്ളത് കൂടി മതിയല്ല. ശരിക്കും പറഞ്ഞാൽ എന്റെയും റിയയുടെയൊക്കെ ഭാഗ്യമാണ് അമ്മ. എന്താഗ്രഹം പറഞ്ഞാലും അപ്പൊ തന്നെ ചെയ്തു തരുമല്ല. പക്ഷെ അമ്മ ഈ ചെയ്തു കൊടുക്കണതിന്റെ നന്ദിയൊന്നും റിയക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കഴിഞ്ഞ ദിവസം എന്നോട് പറയാനാണേ, തന്നെ എല്ലാം ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടല്ല, പിന്നെ എന്തിനാ എല്ലാ കാര്യങ്ങളിലും അമ്മ കയറി ഇങ്ങനെ കൈകടത്തണേന്ന്. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെടുത്തിപ്പോരായി പോകില്ലേ. അമ്മേനോട് പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇത് പറയാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്നിട്ടിപ്പോൾ സമാധാനമായാ? അതേ, ഞാൻ ആ വെളുത്തുള്ളി സവാളയൊക്കെ വെയിലത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പോയി എടുത്തുണ്ടോ? എന്താണ് ആലോചിക്കണ? പോയി എടുത്തുണ്ടോ? ഇങ്ങനെ ഒരു കുശുംബിക്കോത. എന്നോടമ്മ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ കൊച്ചിനാര് നോക്കും? ഞാൻ നോക്കും. ഈ 8 മാസമുള്ള കൊച്ചിനെയും ഈ 2-3 വയസ്സുള്ള കൊച്ചുങ്ങളെയും കൂടി അമ്മ എന്ത് ചെയ്യും? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഈ 3 പിള്ളേരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അതൊന്നും നടക്കണ കാര്യമില്ല. അമ്മ എന്തിനാ ഇപ്പൊ തിരക്കുടിച്ച് അതിനെ ജോലിക്ക് വിടാൻ നോക്കണത്? ഇവിടെ ഒന്ന് കൊച്ചിനെ നോക്കുമായിരുന്നില്ലേ? ഞാൻ കൊച്ചിന് 1 വയസ്സ് കഴിഞ്ഞപ്പല്ലേ ഞാൻ ജോലിക്ക് പോയത്. അതുപോലെ എന്നെ കൂടെ മതിയായിരുന്നല്ല. അതിനിപ്പോ എന്താണ്, ജോലിക്ക് പോട്ടെ, എല്ലാരും കൂടെ തിരക്കാത്ത കയറി ഇരുന്നിട്ട് എന്തിനാണ്? എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, അമ്മക്ക് ബുദ്ധിമുട്ടാവൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പിള്ളേരെ നോക്കണേൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ വെറുതെ ഇവിടെ ഈ ചൂത്തിരിക്കണല്ലേ. ഈ പിള്ളേരെ നോക്കണ നേരത്ത് നിങ്ങൾ ജോലിക്ക് പോയിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവൂലേ. എന്നൊരു കാര്യം ചെയ്യ്, നേരിട്ട് എന്നാ കൂടെ പറയേ. അല്ല, ഞാനിതെങ്ങനെയാണ് പറയണത്? അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം. എന്റെ പൊന്നു മോളെ, എനിക്ക് നിങ്ങൾ 2 പേരും ഒരുപോലെയാണ്. ഒരാളോട് ഇഷ്ട കൂടുതലും ഒരാളോട് ഇഷ്ട കുറവുമില്ല. 2 പേരും എനിക്ക് ഒരുപോലെയാണ്. ഈ പിള്ളേരെ നോക്കണേൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ എനിക്ക് പറ്റാണ്ടാവുമ്പോ ഞാൻ നിങ്ങളെ അറിയിച്ചേക്കാം. അതുവരെ ഞാൻ നോക്കിക്കോളാം. അതോർത്ത് ആരും വിഷമിക്കണ്ട കേട്ടാ. അമ്മനോട് ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. അമ്മ എന്തിനാണ് റിയയുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണത്? അത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തോളും. ഇനിയിപ്പോ അവര് മാറി താമസിക്കുമ്പേ അവന്റെ മുഖത്തോട്ടായിരിക്കും ഇതെല്ലാം കൂടി പറഞ്ഞോണ്ട് കയറാൻ പോണത്. അവർ തമ്മിൽ സ്നേഹത്തിന് ഒരു കുറവുമില്ല. ഇനിയിപ്പോ അവര് വീട് മാറി താമസിച്ചാലും അത് ഇരട്ടിക്കൊന്നല്ലാണ്ട് കുറയാൻ പോണില്ല, തല്ലും പിടിക്കാൻ പോണില്ല. ഈയിടെയായിട്ട് ഒരു ഇച്ചിരി കുശുമ്പ് കൂടെ വേണ്ടാന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അങ്ങനെയല്ല, ഇതൊക്കെ വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ല. ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടുമ്പോഴേക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം വിടാനായിട്ട്. എന്നെയൊക്കെ എൻ്റെ അമ്മ എന്തോരം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് വിട്ടതെന്ന് അറിയാമോ? അത് കാരണം എന്താണ്, എനിക്ക് പണിയെടുക്കാൻ വല്ല മടിയുണ്ട്. ഞാൻ ഇന്ന് വരെ അമ്മനെ കൊണ്ട് എനിക്കൊരു ഗ്ലാസ് ചായ ഞാൻ ഇടിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, ഇന്ന് വരെ നീതു എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിച്ചിട്ടില്ല. ഈ എന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കണമെന്നല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കണമെന്നുള്ളൂ. നീതു, നിങ്ങളെ 2 മരുമക്കളും എനിക്ക് ഒരുപോലെയാണ്. നിങ്ങളെ 2 പേരെയും ഞാൻ ഒരുപോലെ തന്നെയാണ് സ്നേഹിക്കണതും. പിന്നെ റിയക്ക് നീതുവിൻ്റെ അത്ര മിടുക്കില്ല ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാനും കൂടെ ഒന്ന് സഹായിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. കൊച്ചി പഠിപ്പിക്കാൻ വിളിക്കണം, കുറേ നേരമായി. ചെല്ലി അതിനെ പഠിപ്പിക്കാൻ നോക്ക്. ഇവിടുത്തെ പണിയൊക്കെ ഞാൻ തീർത്തോളാം. ചെല്ലി. ഇതേതായാലും കൊള്ളാലോ ഈ പെട്ടി. ഇത് ഓൺലൈനായിട്ട് മേടിച്ചതാണോ? ഇത് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. കൊള്ളാലേ. ഇവന്മാരുടെ കാറുകളൊക്കെ ഇട്ട് വെക്കാനായിട്ടേ ഇങ്ങനൊരു പെട്ടി അത്യാവശ്യമായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ ഇത് ഓൺലൈനായിട്ട് മേടിച്ചത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി പകുതി കാറപ്പുറത്ത് കിടപ്പുണ്ട്, അതും കൂടി പെറുക്കി വെക്കണം. എല്ലാം കൂടി ഒതുങ്ങി ഇരുന്നോളൂല്ല. ഇതേതായാലും കൊള്ളാം. അവിടെ ഇവിടെ വാരി വലിച്ചിടൂലല്ല, പെട്ടിയിലിട്ട് വെച്ചോളൂല്ല. അവിടെ നീ ഇത് എപ്പോഴും കിടന്ന ബഹളമാണ്. അവന്മാരി എല്ലാ കളിപ്പാട്ടങ്ങളും വാരി വലിച്ചിടുമെന്നും പറഞ്ഞുണ്ട്. ഇതിന്റെ ലിങ്ക് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടാ. മേടിച്ചോർണം വെക്കട്ടെ, നല്ല ഉപകാരമുള്ള സാധനം. ഇതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേ. ആൺപിള്ളേരായിരുന്നു പിന്നെ ഇങ്ങനെ കാറ്, ലോറി ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ആയിരിക്കും. പെൺപിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ മേടിക്കണമെങ്കിലാണ് എന്തോരം കാശ്. കളിപ്പാട്ടം മാത്രമാണ്, ഉടുപ്പിന് തന്നെ എന്തോരം പൈസയാണ് ചെലവാകേണ്ടത്. അല്ലെങ്കിലും പെൺപിള്ളേർ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷണക്കേടാണെന്നേ. ആൺപിള്ളേരാണ് എപ്പോഴും ജനിക്കുന്നത് നല്ലത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിയയുടെ അച്ഛനും അമ്മയും ഇതുപോലെ ചിന്തിച്ചെങ്കിൽ ഇന്ന് റിയ ഇത് പറയാൻ ഇവിടെ ഉണ്ടാവുമായിരുന്ന. അമ്മേ, ബിരിയാണി അരി ഇരിപ്പുണ്ടാ? എനിക്ക്
ബിരിയാണി കഴിക്കാനായിട്ടൊരു കൊതി. ഞായറാഴ്ച ബിന്ദുവിന്റെ വീട് താമസം വിളിച്ചിട്ടുണ്ട്. അവിടെ ബിരിയാണി ആയിരിക്കുള്ളൂ. അപ്പൊ കഴിക്കാട്ടാ. ചേട്ടാ, പുറത്തോട്ട് പോകണുണ്ടെങ്കിലേ ഒരു ബിരിയാണി മേടിച്ചിട്ടുണ്ടോ? പ്രിയക്ക് ബിരിയാണിനോടൊന്നൊരു കൊതി പറയുന്നുണ്ട്. ഞായറാഴ്ച എന്തായാലും കഴിക്കായിരുന്നല്ല. ഇപ്പൊ അപ്പച്ചനോട് പറയണ്ടായിരുന്നു. ഞായറാഴ്ചത്തെ ബിരിയാണി ഞായറാഴ്ച കഴിക്കാം. ഇപ്പൊ ഉള്ള ആഗ്രഹം ഇപ്പൊ തന്നെ അങ്ങോട്ട് തീർത്തേക്കണം. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മായിയമ്മ എന്നെ കൊണ്ട് പച്ചച്ചോറ് പോലും തിരിച്ചിട്ടില്ല. എന്തോ ഒരു പോരായിരുന്നെന്നറിയോ. ഞാൻ പിന്നെയാണ് ഓർത്തത്, ഞായറാഴ്ച വരെ കാത്തിരിപ്പിക്കണ്ടല്ലോ, ഗർഭക്കൊതിയല്ലേ, അതിപ്പൊ തന്നെ അങ്ങോട്ട് തീർത്തേക്കാം. അപ്പച്ചൻ ഇപ്പൊ മേടിച്ചിട്ടുണ്ട് വരും കേട്ടാ. അപ്പൊ കഴിക്കാം. ഇതിപ്പോ ഈ വെയിലത്ത് എവിടെ പോണേന്? ഞാൻ ആ ബ്ലൗസിന്റെ തുണി കൊണ്ട് തയ്ക്കാൻ കൊടുത്തിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ അവിടെ തയ്ച്ചു തരൂല. നല്ല വെയിലല്ലേ, വൈകുന്നേരം പോയപ്പോരെ. വെയില് നോക്കിയിരുന്നാലേ തയ്ച്ചു കിട്ടലുണ്ടാവൂല. എത്രയും നേരത്തെ കൊണ്ടേ കൊടുത്താലാണ് അവര് തരുള്ളൂ. പോലെ പോരാ. നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലേ അമ്മേ, നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാണ്. എന്റെ പ്രാർത്ഥനയും അത് തന്നെയായിരുന്നു. ദേ ഈ സൺസ്ക്രീൻ ഇട്ടിട്ടുമ്പോ കൊള്ളാല്ല. SPF 50 PA+++. അപ്പൊ നന്നായിട്ട് ഗുണം ചെയ്യും അല്ലെ? ഈ കത്തിക്കരിയണ വെയിലത്തെ ഈ സൺസ്ക്രീൻ അത്യാവശ്യമാണ്. അല്ലെങ്കിലേ കരിഞ്ഞ് ഉണങ്ങി പോകും തിരിച്ചു വരുമ്പോഴേക്കും. ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇപ്പൊ തൽക്കാലം ഇതെടുത്തോ, ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇനിയിപ്പോ വെയിലിന് പേടിക്കാണ്ട് പുറത്തിറങ്ങാലോ. പോയിട്ട് വരാവേ, ബൈ. എനിക്ക് സമാധാനമായി. നിങ്ങൾ നാത്തൂമാര് തമ്മിലൊരു പ്രശ്നമില്ലാണ്ട് നല്ല സ്നേഹത്തിൽ പോണ കാണുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമുണ്ട്. അതിന്റെ ക്രെഡിറ്റ് അമ്മക്കാണ്.